ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് മഞ്ഞളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ ചേച്ചി വെച്ച് പിടിപ്പിച്ചാണ്. ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്, എൻ്റെ ഏട്ടത്തിയമ്മയാണ്. അപ്പോൾ കണ്ടില്ലേ, കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വൃത്തിയായിട്ട് മണ്ണിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കളച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ നനച്ച് കൊടുത്തിട്ടാണ്. അപ്പം മണ്ണൊക്കെ നല്ലോണം ഉണങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ രാവിലെ തന്നെ ചേച്ചി അതിനൊക്കെ നനച്ച് കൊടുത്തിട്ടാണ് കളയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് പൊട്ടാതെ കിട്ടണം. അപ്പോൾ അങ്ങനെ ഇതാ വേരോടെ വന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നല്ല പണിയുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ആവണമെങ്കിൽ നല്ല പണിയാണ്. കാരണം കണ്ടില്ലേ, ഇതിലെ മണ്ണ് മുഴുവൻ മാറ്റി കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഈ നാരുകൾ അതൊക്കെ കണ്ടില്ലേ, കണ്ടില്ലേ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതിനെ ഓരോന്നോരോന്നെടുത്ത് വൃത്തിയാക്കി കഴുകുകയൊക്കെ ചെയ്യണം. നല്ല പണിയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ആക്കണം. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ കൂടെ ചേർന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കൃഷ്ണച്ചയുണ്ട്. അവൾ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവൾ കാലുകൊണ്ട് ചെയ്യണ്ട. അവൾ നന്നായി ചെയ്യും കാലുകൊണ്ട്. ഇങ്ങനെ ആൾ കാണും പോലെയല്ല, നല്ല ബുദ്ധിമതിയാണ്. അപ്പോൾ അവളെന്താ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ കുട്ടികളെല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. വലിയമ്മനെ സഹായിക്കുകയാണ് അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ വൃത്തിയാക്കിയ ശേഷം ഇനിയാണ് വലിയൊരു പണി. ഇനി ഇതിനെയൊക്കെ കഴുകണം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെന്ത് ചെയ്യണമെന്നറിയോ, നന്നായി കഴുകി ഒരു 2-3 പ്രാവശ്യമൊക്കെ കഴുകി. അതിൻ്റെ ഇടയിൽ ഇതാ പിള്ളേർ മുഖത്ത് തേക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എല്ലാവർക്കും പങ്കി കൊടുത്തതാണ് കേട്ടോ, പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ. എന്നിട്ട് അതിനെയൊക്കെ പങ്കി കൊടുത്തു. അതിനെയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ചേച്ചി മഞ്ഞൾ കഴുകാൻ വേണ്ടിയിട്ട് പോയതാണ്. വൃത്തിയായിട്ട് കഴുകിയെടുത്തു കേട്ടോ. 2-3 പ്രാവശ്യം കഴുകിയെടുത്തു. എന്നിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർക്ക് മുഖത്ത് തേക്കാൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊരു അടുപ്പൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഇതാ നന്നായിട്ട് കത്തിക്കാൻ പോകണം. എന്നിട്ട് കത്തിച്ച് അത് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്താലേ വേഗം കട്ട് ചെയ്യാൻ എളുപ്പമാണ് അത്രേ. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ കത്തിക്കാൻ തുടങ്ങി, തിളച്ചുകൊണ്ടിരിക്കണു. അപ്പോൾ അത് വെന്ത ശേഷം നമുക്ക് വെന്തത് അറിയാമല്ലോ. വെന്ത ശേഷം അതിനെയൊക്കെ എടുത്തിട്ട് ഇതാ എല്ലാവരും കൂടിയിട്ട് അതിനെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ കട്ട് ചെയ്ത സാധനത്തിന് എന്തെന്ന് അറിയാം, നന്നായിട്ട് അങ്ങോട്ട് ഉണക്കണം. അതിനെയാണ് നമ്മൾ പൊടിക്കണം. അപ്പോഴാണ് മഞ്ഞൾപ്പൊടി റെഡിയാണ്. അങ്ങനെയാണ് മഞ്ഞൾപ്പൊടി ഉണ്ടാവുന്നത്. ഓക്കേ.